സർക്കാരിനെതിരായ തന്റെ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് യാക്കോബായ സഭ മുൻ നിരണം ഭദ്രസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ്. തന്റെ നേർക്കുള്ള വ്യക്തിപരമായ പരാമർശങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. അതിനി ഉണ്ടാവില്ലെന്നും ഗീവർഗീസ് കൂറിലോസ് പറഞ്ഞു. ഇടതുപക്ഷമാണ് തന്റെ ഹൃദയപക്ഷമെന്നും ഗീവർഗീസ് മാർ കൂറിലോസ് കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തിലായിരുന്നു കൂറിലോസിന്റെ പ്രതികരണം. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, വിഷയം അവസാനിച്ചു, പറഞ്ഞത് പറഞ്ഞതാണ്, ഇതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഇല്ല. വ്യക്തിപരമായ പരാമർശങ്ങളോട് പ്രതികരിച്ചിട്ടില്ല, അതിനി ഉണ്ടാകില്ല. ഇനി അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഇല്ല. മറ്റൊരു വാക്കും എൻ്റെ പക്കൽ നിന്ന് കിട്ടില്ല. ഞാൻ എന്നും ഇടതുപക്ഷത്തായിരിക്കും. ഇടതുപക്ഷമാണ് എൻ്റെ ഹൃദയപക്ഷം, ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇത്തവണയും ഒരു സീറ്റിൽ ഒതുങ്ങിയ LDFനെ വിമർശിച്ചുകൊണ്ടാണ് ഗീവർഗീസ് കൂറിലോസ് രംഗത്ത് വന്നത്. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം തവണ ജനം വീഴില്ലെന്നും പ്രളയവും മഹാമാരിയും എപ്പോഴും രക്ഷയ്ക്കെത്തണമെന്നില്ലെന്നും ധാർഷ്ട്യം തുടർന്നാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുമായിരുന്നു വിമർശനം. പിന്നാലെ പരസ്യ വിമർശനവുമായി മുഖ്യമന്ത്രി എത്തി. പ്രളയം വീണ്ടും വരണമെന്ന് പറയുന്ന ചില വിവരദോഷികൾ പുരോഹിതന്മാരുടെ ഇടയിലും ഉണ്ടാകുമെന്നാണ് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാവുന്നതെന്ന് മുഖ്യമന്ത്രി കടന്നാക്രമിച്ചു. തർക്കുത്തരത്തിനു വേണ്ടിയല്ല താൻ വിമർശനം ഉന്നയിച്ചതെന്നും ആശയങ്ങളിൽ ഏറ്റുമുട്ടാം എന്നതല്ലാതെ തനിക്കെതിരെ വ്യക്തിപരമായി നടത്തിയ പരാമർശങ്ങളിൽ പ്രതികരിക്കാനില്ലെന്നും ഇന്നലെ തന്നെ ഗീവർഗീസ് കൂറിലോസ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം വിഷയത്തിൽ പരിഹാസ്യവുമായി പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. പിണറായി വിജയൻ കാലം കാത്തുവച്ച നേതാവാണ് എന്ന് പറഞ്ഞയാളാണ് ഗീവർഗീസ് മാർ കൂറിലോസ്. അദ്ദേഹത്തെ തന്നെ അങ്ങനെ വിളിച്ചപ്പോൾ സന്തോഷമായെന്ന് സതീശൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പുരോഗമനപരമായി അഭിപ്രായം പറയുന്ന ഒരു പുരോഹിതൻ സർക്കാരിനെ വിമർശിച്ചപ്പോൾ അതിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം എത്ര തരം താണതാണെന്നും ഇത് മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് ചേർന്നതല്ലെന്നും സതീശൻ വ്യക്തമാക്കി. അതേസമയം ഗീവർഗീസ് മാർ കൂറിലോസിന്റെ പരാമർശത്തെ അദ്ദേഹം ഉൾപ്പെട്ട യാക്കോബായ സുറിയാനി സഭ തള്ളിപ്പറഞ്ഞെങ്കിലും പിണറായി വിജയന്റെ പ്രസ്താവനയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് രംഗത്തെത്തി. സഭയിലെ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് വിരമിച്ച ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന സഭയുടെ നിലപാടോ അഭിപ്രായമോ അല്ലെന്നും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നുമാണ് യാക്കോബായ സഭ വിശദീകരിച്ചത്. യാക്കോബായ സുറിയാനി സഭയുടെ പ്രസ്താവനകളോ പ്രതികരണങ്ങളോ നിലപാടുകളോ വ്യക്തമാക്കാൻ മലങ്കര മെത്രാപ്പോലീത്തായ്ക്കും സഭ ഭാരവാഹികൾക്കും മാത്രമേ ഉത്തരവാദിത്തമുള്ളൂവെന്നും വാർത്താക്കുറിപ്പ് പറയുന്നുണ്ട്. അതേസമയം ഭരണാധികാരി ഏകാധിപതിയാകുന്നത് അപകടകരമാണെന്നും വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് ഏകാധിപതികളുടെ പ്രത്യേകതയാണെന്നും ക്രൈസ്തവ സഭകളുടെ സംയുക്ത സംഘടനയായ KCC കുറ്റപ്പെടുത്തി. ചക്രവർത്തി നഗ്നനെങ്കിൽ വിളിച്ചു പറയുക സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും അത് ഉൾക്കൊണ്ട് തിരുത്തുന്നതിന് പകരം വിമർശിക്കുന്നവരെ അധിക്ഷേപിക്കുന്നത് പക്വത ഇല്ലായ്മയാണെന്നും KCC പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. പണ്ട് നികൃഷ്ടജീവി എന്ന് ഒരു പുരോഹിതനെ വിളിച്ചയാൾ ഇന്ന് വിവരദോഷി എന്ന മറ്റൊരു പുരോഹിതനെ വിളിക്കുമ്പോൾ വിളിക്കുന്നയാളുടെ സ്വഭാവം മാറിയിട്ടില്ലെന്ന് മനസ്സിലാക്കണമെന്നും KCC കുറ്റപ്പെടുത്തി. കേരളത്തിൽ സാധാരണക്കാരന് ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ആരോഗ്യമേഖലയിലേതുൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉയർത്തി KCC പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷം നേരിട്ട തിരിച്ചടിക്ക് ക്രൈസ്തവ സമൂഹത്തോട് സർക്കാർ കാണിക്കുന്ന വിവേചനപരമായ ഇടപെടലുകൾ ഉൾപ്പെടെ കാരണമായിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ നടപടിയായിട്ടില്ല. അതിനാൽ തെറ്റ് തിരുത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്നും കത്തോലിക്ക സഭ ഒഴികെയുള്ള എപ്പിസ്കോപ്പൽ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ KCC ആവശ്യപ്പെട്ടു. യാക്കോബായ, ഓർത്തഡോക്സ്, CSI, മാർത്തോമ, ബിലീവേഴ്സ്, തൊഴിയൂർ സഭകളാണ് KCCയിലുള്ളത്.